Good afternoon. Good afternoon. Good afternoon. Good afternoon, ma'am. Good afternoon. Okay, ഇന്നാരാ പ്രേയർ പാടുന്നേ? ഞാൻ പാടാം മിസ്. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. ബുദ്ധിയും വിശുദ്ധിയും സ്വഭാവശുദ്ധിയും മഹാഭക്തിയും വിവേകവും തരേണമേ ദയാനിധേ. ഈ വിദ്യാലയം നിനക്കു നിത്യവും വസിച്ചിടാൻ എത്രയും മനോജ്ഞമായി സുദീനമായി ഭവിക്കണം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. നന്മരൂപിയായ ദൈവമേ നിനക്കു വന്ദനം. Okay, sign in. Sign in ആരാ? ആരെങ്കിലും പറയൂ സൈൻ ഇൻ. ഞാൻ പറയാം മാം. Good afternoon, everyone. It's a great pleasure to see you all here today. First of all, thank you for giving me an opportunity to welcome you all. I'm Ashmi Jason. I'm here to welcome you all for our class. First of all, I'm delighted to extend a warm welcome to a visionary leader and guiding force, our beloved teacher, Miss Milda Rose ma'am, to the new section of our class. We are so grateful for your dedication and expertise. Let's dive into this exciting topic together. Please feel free to ask questions anytime, and let's make this a engaging learning section. Last but not least, I welcome all my dear friends to our class. Once again, I welcome you all and look forward to a productive and fulfilling day. Thank you. Okay, thought ആരാ? Thoughts. Good afternoon, ma'am. Good afternoon, friends. You cannot change your future, but you can change your habits, and surely your habits will change your future. നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവിയെ മാറ്റാൻ കഴിയില്ല, പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടെ ശീലങ്ങൾ മാറ്റാൻ കഴിയും. തീർച്ചയായും നിങ്ങളുടെ ശീലങ്ങൾ നിങ്ങളുടെ ഭാവിയെ മാറ്റും. APJ അബ്ദുൽ കലാം. താങ്ക് യു മാം. ഇപ്പോൾ നമ്മുടെ സെമിനാർ ടോപ്പിക് ഒക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിന്റെ മോക്ക് ടെസ്റ്റ് ഞാൻ തരാം കേട്ടോ, തരാം. അതുപോലെ ഇനി നെക്സ്റ്റ് എടുക്കാൻ പോകുന്ന ചാപ്റ്റർ ആണ് സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം. പാർട്ട് 4 യൂണിറ്റ് 6 സ്ട്രക്ചർ ഓഫ് ക്ലാസ് റൂം. ഫസ്റ്റ് പറയുന്നത് റൂഫിംഗ്. എന്താണ് റൂഫ് എന്ന് പറഞ്ഞാല്? റൂഫ് എന്തായിരിക്കും? റൂഫ് എന്താ? മേൽക്കൂര. മേൽക്കൂര അല്ലെ. ഓക്കെ, 4 ടൈപ്സ് ഓഫ് റൂഫിംഗ് ഉണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആണ് RC സെൻട്രിങ്. സെക്കൻഡ് വൺ ഷീറ്റ് റൂഫിംഗ്. ഓക്കെ, ഇവിടെ ഇങ്ങനെയാണോ നിങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത്? സെക്കൻഡ് വൺ റൂഫിംഗ് എന്ന് പറഞ്ഞിട്ട് ടെക്സ്റ്റിൽ എങ്ങനെയാണ്? ചൈൽഡ് റൂഫിംഗ് ആണോ? ഇല്ല മാം, റൂഫിംഗ് റൂഫിംഗ് മാത്രമല്ലോ. ചൈൽഡ് റൂഫിംഗ് ആക്കണോ കേട്ടോ, TILE. അത് അതിന്റെ മുകളിലത്തെ ലൈനിലുണ്ട് മാം, ടൈൽ റൂഫിംഗ്. മനസ്സിലായില്ല.
ബി പോയിന്റ് എഴുതിയിട്ട് രണ്ടാമത്തെ ലൈനിൽ റൂഫിങ്ങിന്റെ ടൈലാണ് അല്ലെ? ഓക്കെ, ഞാൻ സ്ക്രീനിലേ നമുക്ക് ഇതിപ്പോ ബി പോയിന്റ് ഇല്ല, അവിടെ ടൈൽ റൂഫിംഗ് ഇവിടെ ചേർക്കണം. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ടൈൽ റൂഫിംഗ് തന്നെയല്ലേ ബി പോയിന്റ് കൊടുത്തിരിക്കുന്നത്? യെസ് മാം. ഓക്കെ. ഇനി തേർഡ് വൺ എന്താണ്? ഷീറ്റ് റൂഫിംഗ്, അതുപോലെ ടച്ച്ഡ് റൂഫിംഗ്. 4 റൂഫിങ്ങിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോ RC സെൻട്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോക്കാം. Many of the schools are with the RC centering and with 1 or 2 top floors. People like to enter their kids to mostly this type of school only. Okay. ഇവിടെ കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിച്ചില്ല. ഓക്കെ, ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നതാണ് ബി ടൈപ്പ്. ഓക്കെ. അപ്പോ RC സെൻട്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പഠിച്ചിരുന്ന കാലഘട്ടത്തൊക്കെ എങ്ങനെയായിരുന്നു? നിങ്ങളുടെ സ്കൂളിന്റെ മേൽക്കുരകൾ എങ്ങനെയായിരുന്നു? എന്തുകൊണ്ടാണ് പണിതിരിക്കുന്നത്? ഓടിട്ടതായിരുന്നു അല്ലെ? ഓക്കെ, ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ ഈ കോൺക്രീറ്റ് ഇട്ടത്? കോൺക്രീറ്റ് ഇട്ട് റൂഫ് വെച്ചിട്ട് സ്കൂളുകളില്? സിയ, രശ്മിയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ? ഓക്കെ. അപ്പോ RC സെൻട്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? കോൺക്രീറ്റ് ബേസ്ഡ് ആയിട്ടുള്ള കോൺക്രീറ്റ് ആയിട്ടുള്ള റൂഫിംഗ് ആയിരുന്നു RC സെൻട്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോഴുള്ള പാരന്റ്സിനൊക്കെ എന്താണ് ഇഷ്ടം? ഓട് മേഞ്ഞതോ അല്ലെങ്കിൽ ഓല മേഞ്ഞതോ ആയിട്ടുള്ള സ്കൂളുകളിലൊന്നും വിടോ? ഇല്ലല്ലേ? ഇപ്പോഴത്തെ കാലഘട്ടത്ത് അവർക്ക് പാരന്റ്സിന്, ടീച്ചേഴ്സിന് എപ്പോഴും ഇഷ്ടം എന്താണ്? നല്ല രീതിയിലുള്ള കോൺക്രീറ്റ് ചെയ്തിട്ടുള്ള സ്കൂളുകളിലൊക്കെ വിടാനായിട്ടാണ് മോസ്റ്റ് പാരന്റ്സിനും ഇഷ്ടം. അപ്പൊ അത്രയേ ഉള്ളൂ പറയുന്നത്. RC സെൻട്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും മനസ്സിലാക്കി വെക്കാം. കോൺക്രീറ്റ് മെയിൻ ഫ്ലോറിംഗ് ആണ്, അതുപോലെ തന്നെ റൂഫിംഗ് ആണ്. അതുപോലെ തന്നെ ആ കെട്ടിടങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? കോൺക്രീറ്റ് കൊണ്ടുള്ള കെട്ടിടങ്ങൾ എങ്ങനെയാണ്? 2 കെട്ടിടങ്ങൾ, 2 നിലകളൊക്കെ ആയിട്ടുണ്ടാവും അല്ലെ? ഇല്ലേ? ഓക്കെ. ഇനി എന്താണ് ടൈറ്റ് റൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഓടിട്ടത് കേട്ടോ. ഓക്കെ, ടൈൽ റൂഫിംഗ് എന്ന് പറഞ്ഞാൽ ഓടിട്ടത്. മോസ്റ്റ് ഓഫ് ദി ക്ലാസ് റൂം ഓഫ് all type of schools have tile roof only. Correlated with RC roofing, this type will be hot. Arrange the false roof means solve the problem to an extent. ഇനി ഈ ഓടിട്ടത് അല്ലെങ്കിൽ ഓട് മേഞ്ഞ സ്കൂളുകളിലൊക്കെ പഴയ കാലഘട്ടത്തുള്ള നമ്മൾ പഠിച്ച അല്ലെ? പഴയ കാലഘട്ടത്തുള്ള സ്കൂളുകളാണ്. അപ്പോ എന്താണ്? കോൺക്രീറ്റിനെക്കാട്ടിലും കൂടുതൽ ഓട് മേഞ്ഞൊക്കെ ആണെങ്കിൽ ഇത്തിരി ഭയങ്കര ചൂടൊക്കെ ആയിരിക്കും അല്ലെ? അങ്ങനെ ചൂട് ഭയങ്കര നല്ല രീതിയിൽ ഭയങ്കര ചൂടുണ്ടാവും നമുക്ക്. അതുപോലെ തന്നെ നെക്സ്റ്റ് പറയുന്നത് ഷീറ്റ് റൂഫിംഗ്. ഷീറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഷീറ്റ് ഇട്ടത്, ആസ്പെറ്റോസ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് മേഞ്ഞ ഒരു റൂഫിംഗ് ആണ് ഷീറ്റ് റൂഫിംഗ് എന്ന് പറയുന്നത്. ഷീറ്റ് റൂഫിംഗ് മേ ബി എ സിമെന്റ് ഷീറ്റ് റൂഫിംഗ്. Generally, the classroom with the sheet roofing are made like a shed only. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഷീറ്റ് റൂഫിംഗ് ഒക്കെ വേണമെങ്കിൽ നിങ്ങൾ ക്രോമിലൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇമേജ് ഒക്കെ ഒന്ന് നോക്കാം. അപ്പൊ ഒരു ഷെഡ് പോലെയാണ്. ഒരു 4 സൈഡും എന്താണ്? ചുമരുണ്ടാവും. അതിനുശേഷം അതിന്റെ മുകളിലായിരിക്കും ഇങ്ങനെയുള്ള ആസ്പെറ്റോസ് ഒക്കെ വെച്ചിരിക്കുന്നത്. അതാണ് ഷീറ്റ് റൂഫിംഗ് എന്ന് പറയുന്നത് കേട്ടോ. ജസ്റ്റ് വേണമെങ്കിൽ കാണാത്തവരോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ ജസ്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. ക്രോമിലൊക്കെ അതിന്റെ ഇമേജ് അടിച്ചു കൊടുത്തെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി ടച്ച്ഡ് റൂഫിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ മേഞ്ഞ ഓല മേഞ്ഞത്, അങ്ങനെ മേഞ്ഞ റൂഫിംഗ് ആണ് എന്ത്? ടച്ച്ഡ് റൂഫിംഗ് എന്ന് പറഞ്ഞാൽ. Though it can provide good health to persons residing under it, people normally consider the schools have a touched roofing as a poor school. പണ്ട് കാലഘട്ടത്തൊക്കെ പൂവർ അല്ലെ? ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങള് ഈ തമിഴ്നാട്ടിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാണാൻ പറ്റും ഇല്ലേ? അവരുടെ വീടുകളൊക്കെ എങ്ങനെയാണ്? ശ്രദ്ധിച്ചിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ നിങ്ങള്? അവരുടെ വീടൊക്കെ ഇതൊക്കെ അറിയാൻ പറ്റും അല്ലെ?
ഓക്കെ, എന്താണ് ഇങ്ങനെ ചെറിയ വീടുമായിരിക്കും, അതുപോലെ തന്നെ പുല്ല് കൊണ്ട് അല്ലെ, അല്ലെങ്കിൽ ഓല മേഞ്ഞ വീടുകളൊക്കെ ആയിരിക്കും അല്ലെ. നമുക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് കാണുമ്പോൾ ബുദ്ധിമുട്ടാണല്ലേ, എങ്ങനെയാണ് കേറുന്നത്, അതെ അതിന്റെ ഉള്ളിലേക്ക്, ആ വീടിന്റെ ഉള്ളിലേക്ക് എങ്ങനെ കയറാൻ പറ്റുന്ന അങ്ങനെ ഉള്ളൊരു ചിന്ത വരാറുണ്ട് അല്ലെ. കുഞ്ഞിതും അതുപോലെ തന്നെ അതിന്റെ ആ മേഞ്ഞ സ്റ്റൈലൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കയറാനായിട്ട് ബുദ്ധിമുട്ട് അല്ലെ, നമ്മൾ ഇങ്ങനെ താഴ്ന്നിട്ട് കയറണ പോലെ നമുക്ക് തോന്നാറുണ്ട്. എനിക്കൊക്കെ തോന്നിയിട്ടുണ്ട് വേളാങ്കണ്ണി പോണ ടൈമിലൊക്കെ ഇങ്ങനെ ആളുകളുടെ വീടൊക്കെ കാണാൻ പറ്റും. അപ്പോ വളരെ ചെറുതും അതുപോലെ തന്നെ അത് മേഞ്ഞ സ്റ്റൈലൊക്കെ നല്ല ഭംഗിയിലാണ് മേഞ്ഞു വെക്കുന്നത്. അപ്പോ എനിക്ക് ചിന്ത വന്നിട്ടുണ്ട് അങ്ങനെ എങ്ങനെയാണ് ഇവര് ഇതിന്റെ ഉള്ളിലേക്ക് കയറുന്നത്, വളരെ ചിലപ്പോൾ കുനിഞ്ഞിട്ടാവാം അല്ലെ, പൊക്കമുള്ളവരൊക്കെ ആണെങ്കിൽ ഇത്തിരി അങ്ങനെ തോന്നിയിട്ടുണ്ട്. അപ്പൊ അതാണ് പറഞ്ഞത്. അപ്പൊ മേഞ്ഞ അല്ലെ, ഇങ്ങനെ പുല്ല് മേഞ്ഞതും ഓല മേഞ്ഞ അങ്ങനെയുള്ള പണ്ട് കാലങ്ങളിലുള്ള സ്കൂളുകളും ഉണ്ടായിരുന്നു. അതൊക്കെ എന്താണ്, ആ കാറ്റഗറിയിലുള്ള സ്കൂൾ, ഇങ്ങനെ മേഞ്ഞ റൂഫിംഗ് ഉള്ള കാറ്റഗറിയിലുള്ള സ്കൂളുകളെ നമ്മൾ പറയാറ് എന്താണ്, ഒരു പൂവർ സ്കൂള് അല്ലെ, പൂവർ സ്കൂൾ എന്ന കാറ്റഗറിയിലാണ് പെടുത്തുന്നത്. അപ്പാർട്ട് ഫ്രം ദിസ്, sometimes the classes are taken in the open air, possibly under trees. This can also be called tree roofing classes. നിങ്ങൾ പണ്ട് കാലങ്ങളിലൊക്കെ ടീച്ചേഴ്സ് ഒക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ, അധ്യാപകർ ചിലപ്പോൾ നിങ്ങളും പഠിച്ചിട്ടുണ്ടാവും, മരത്തിന്റെ അടിയിൽ പോയിരുന്നിട്ട് പഠിച്ചിട്ടുണ്ടോ, കൊണ്ടുപോയി അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ ടീച്ചേഴ്സ്? മരത്തിന്റെ അടിയിൽ ടീച്ചർ കസേരയിൽ ഇരിക്കും, പിന്നെ സ്റ്റുഡൻസ് എങ്ങനെയാണ് അതിന്റെ അടിയിൽ ഇങ്ങനെ ഇരുന്നിട്ട് അല്ലെ, നമുക്കൊരു കാറ്റൊക്കെ കൊണ്ടിരുന്ന് പഠിക്കാനായിട്ടും അതുപോലെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും അല്ലെ, നല്ല രീതിയിൽ അല്ലെ, ക്ലാസ് മുറിയിൽ ഇരിക്കുന്നതിനെക്കാട്ടി കൂടുതല് അല്ലെ. ഓക്കെ, നല്ലൊരു അറ്റ്മോസ്ഫിയർ, നല്ലൊരു സന്തോഷമായിരിക്കും നമുക്ക് ഇങ്ങനെ കാറ്റ് കൊണ്ടിരിക്കാനായിട്ടും എന്താ പറയാ അല്ലെ, അങ്ങനെ ഒരു നല്ലൊരു രീതിയിലുള്ള അറ്റ്മോസ്ഫിയറിലാണ് നമ്മൾ ഇരുന്ന് പഠിക്കുന്നത് അല്ലെ. അങ്ങനെയൊക്കെ പഠിപ്പിക്കണം കേട്ടോ നിങ്ങൾക്കും ജോലി കിട്ടിക്കഴിയുമ്പോ കുഞ്ഞുമക്കളെയും കൊണ്ട് അങ്ങനെയൊക്കെ ഇരുന്ന് ഒരു അനുഭവമാണ് അവർക്കൊക്കെ. ഗ്രാമത്തിലിരുന്നു ഇപ്പൊ ട്രീസ് കാണലില്ലല്ലോ മാം. അത് ശരിയാണ്, ഇപ്പൊ ട്രീസ് അങ്ങനെ കാണാറില്ല, എല്ലാരും വെട്ടി കളയുന്നത്. കുഞ്ഞുങ്ങളെ കഴിയുമ്പോ ഈ എൻവയറമെന്റ് ഡേയ്സിനന്ന് ഓരോരോ തൈ നടും, അത് നെക്സ്റ്റ് ഡേക്കും ചത്തും പോവും, ആദ്യം നെക്സ്റ്റ് ഇയർക്ക് പിള്ളേർക്ക് തന്നെ ഉണ്ടാവില്ല. ഇപ്പൊ ശരിയാണ്, അഞ്ചെന്ന് പറഞ്ഞത് കറക്റ്റ് ആണ്. ഇപ്പൊ ട്രീസ് ഒന്നും നമ്മളിപ്പോ കാണാറില്ല. അപ്പൊ അങ്ങനെയുള്ള 4 ടൈപ്പാണ് നമ്മൾ നോക്കിയത്. ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. കോൺക്രീറ്റ് ഇട്ടതുണ്ട്, അതുപോലെ ഷീറ്റ് ഇട്ടത്, അതുപോലെ തന്നെ ഓട് സ്റ്റൈൽ കേട്ടോ, ഓടിട്ടതും മേഞ്ഞ റൂഫിങ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇനി ഫ്ലോറിങ്ങിന്റെ പ്രത്യേകതകളാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വാട്ടെവർ മേ ബി ദ റൂഫിംഗ്, ദ ഫ്ലോറിംഗ് ഈസ് നോർമലി ടു ബി ഇൻ സിമെന്റ് അല്ലെ. സിമെന്റ് ഇട്ട നമ്മളൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിന്റെ ഫ്ലോറിംഗ് ഒക്കെ സിമെന്റ് കൊണ്ടാണ് അല്ലെ അവർ നിർമ്മിച്ചിരിക്കുന്നത്. ഓക്കെ, ഇനി പണ്ടുള്ള കാലഘട്ടത്തൊക്കെ എങ്ങനെയാണ്, ദ മഡ് ഫ്ലോറിംഗ്. എന്താണ് മഡ് ഫ്ലോറിംഗ് എന്ന് പറഞ്ഞാല്? മണ്ണ് കൊണ്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഈവൻ ഇഫ് ഇറ്റ് ഈസ് ട്രീറ്റഡ് ബൈ കൗ ഡങ്, എന്തായിരിക്കും? അല്ലെ, പണ്ടുള്ള കാലഘട്ടത്തൊക്കെ ഇപ്പോ സ്ത്രീകളൊക്കെ ഇങ്ങനെ ചാണകം മെഴുകിയിട്ടൊക്കെയാണ് അല്ലെ അവര് അങ്ങനെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ പണ്ട് കാലഘട്ടങ്ങളിൽ ഇങ്ങനെയുള്ള മഡ് ഫ്ലോറിങ്ങും അതുപോലെ തന്നെ ചാണകം മെഴുകിയിട്ടൊക്കെയാണ് ഫ്ലോറിംഗ് ഉണ്ടായിരുന്നത്. വിൽ മേക്ക് ദ ലെഗ്സ് ആൻഡ് ഡ്രസ് ഓഫ് സ്റ്റുഡൻസ് ഡേർട്ടി അല്ലെ. ഇങ്ങനെയുള്ള ചാണകം മെഴുകിയത് അതുപോലെ ചെളി ഇതൊക്കെ ആവാനായിട്ട് സാധ്യതയുണ്ട് അല്ലെ. കുട്ടികൾ അവിടെ ഇരുന്ന് പഠിക്കുമ്പോൾ കുട്ടികളുടെ കാലിലും അതുപോലെ ഡ്രസ്സിലൊക്കെ ഇങ്ങനെയുള്ള അഴുക്കുകൾ ആവാനായിട്ട് സാധ്യതയുണ്ട്. സോ എ ലോട്ട് ഓഫ് പ്രോബ്ലംസ് അറൈസ് ഇൻ ഇറ്റ്. അങ്ങനെയുള്ള പ്രോബ്ലംസ് വരുമ്പോ ദോ മാഡം മോണ്ടിസോറി ഇൻസിസ്റ്റ് ദ ചിൽഡ്രൻ സിറ്റ് ഓൺ ഫ്ലോർ. അവര് മാഡം മോണ്ടിസോറി പറയുന്നത് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് എങ്ങനെയായിരിക്കണം, കുഞ്ഞുങ്ങള് തറയിൽ ഇരുന്നു കൊണ്ടാണ് പഠിക്കേണ്ടത് എന്നാണ് മാഡം മോണ്ടിസോറി പറയുന്നത്. ഇനി നോക്കിയേ, ദ പാരന്റ്സ് accept only furniture. If the furniture is not available,
The teacher should spread something like the mat or carpet on the floor. അപ്പോ എന്താണ് കുട്ടികളുടെ പാരന്റ്സിന് എപ്പോഴും ഇഷ്ടം എന്താണ് അവർ ഫർണിച്ചറിലോ ബെഞ്ചിലോ ഡെസ്കിലൊക്കെ ഇരുന്ന് പഠിക്കാനായിട്ടാണ്. പക്ഷേ മാഡം മോണ്ടിസോറി പ്രിഫർ ചെയ്തിരുന്നത് എങ്ങനെയാണ്? കുഞ്ഞുങ്ങളെ ഫ്ലോറിൽ താഴെ ഇരുത്തി വേണം പഠിപ്പിക്കാനായിട്ട്. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സ് എന്തൊക്കെയാണ് യൂസ് ചെയ്തിരുന്നത്? മാറ്റോ അല്ലെങ്കിൽ കാർപ്പറ്റോ വിരിച്ചിട്ട് അപ്പോ എന്താണ് അവരുടെ കാലിലും കൈകളിലും അതുപോലെ തന്നെ ഡ്രസ്സിലൊക്കെ ചെളിയൊന്നും ആവില്ല അല്ലെ. അപ്പൊ കാർപ്പറ്റ് വിരിച്ചു കൊടുത്തുകൊണ്ട് അതിലിരുത്തിയിട്ടാണ് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്. മനസ്സിലായോ? ഇത്രയും കാര്യങ്ങള് ഫ്ലോറിംഗ് നമ്മൾ പറഞ്ഞു, റൂഫിംഗ് പറഞ്ഞു. ഓക്കെ, ഇനി സൈഡ് വാൾസ്. For the Indian atmosphere, that too generally in planes, the fully covered that too with the closed door type of classrooms are not visible. Specifically for the primary and pre-primary classes, the parapet wall is enough. അപ്പൊ എന്താ പറയുന്നത്? ഇന്ത്യൻ അന്തരീക്ഷത്തിന് പൊതുവെ സമതലങ്ങളില് പൂർണ്ണമായും മൂടിയതും അതുപോലെ അതിൽ അടച്ചിട്ട വാതിലുകളും ഉള്ളതുമായിട്ടുള്ള ക്ലാസ് റൂമുകൾ അഭികാമ്യമല്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് പ്രൈമറി ആൻഡ് പ്രീ പ്രൈമറി ക്ലാസ്സുകൾക്ക് പാരപ്പറ്റ് വാള് മതിയാവും. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇപ്പോ നമ്മളൊക്കെ എന്താണ് കുഞ്ഞുങ്ങളാകുമ്പോ കുട്ടികളെ ആ ടൈമിലൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടാവും. ഒരു ഹാളില് എന്താണ് ഇങ്ങനെ ഡിവൈഡ് ചെയ്തിട്ട് കണ്ടിട്ടുണ്ടാവുമല്ലോ. ഒരു വലിയ ഹാളായിരിക്കും. അതിൽ കുറെ ഇപ്പോ 5ാം ക്ലാസ് ആണെങ്കിൽ അതിന്റെ പല പല ഡിവിഷൻ ഉണ്ടാവുമല്ലോ. A2 ചിലപ്പോ F വരെയൊക്കെ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള F വരെയുള്ള കുട്ടികളെ ആ ഹാളിൽ ഒരുമിച്ചിരുത്തിയിട്ട് ആ ഡിവിഷൻ എങ്ങനെയാ ചെയ്യണത്? ചിലപ്പോ കാർഡ്ബോർഡ് വെച്ചായിരിക്കും മറയ്ക്കുന്നത് അല്ലെ, എന്തെങ്കിലും ഷീറ്റ് വെച്ചൊക്കെ മറച്ചിട്ടുണ്ടാവും ഇല്ലേ. എന്നിട്ട് അപ്പുറത്തെ ക്ലാസ്സിൽ ഒച്ച കൂടുമ്പോ ടീച്ചർ എന്ത് ചെയ്യും? ഷീറ്റിലിട്ട് ഇങ്ങനെ അടിക്കും, മിണ്ടാതിരിക്കുന്നു പറഞ്ഞിട്ട്. അല്ലെങ്കിൽ കാർഡ്ബോർഡ് ആ ഷീറ്റിലിട്ട് എന്ത് ചെയ്യും? വണ്ടിയും കൊണ്ട് ഇങ്ങനെ അടിക്കാറുണ്ട്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് പഠിച്ചത് കേട്ടോ. ഹാളുണ്ടാവും. ആ ഹാളില് ഒറ്റ ഒരു ഹാളായിരിക്കും. അതില് ഓരോ ഡിവിഷനിലുള്ള കുട്ടികളെ ഇരുത്തിയിട്ട് പല പല ഷീറ്റുകൾ അല്ലെ, ഓരോ ഡിവൈഡ് ചെയ്ത ഷീറ്റുകൾ കാർഡ്ബോർഡ് ആണെങ്കിൽ അത് വെച്ചിട്ട് മറിച്ചിട്ടാണ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് അങ്ങനെ? അപ്പോ വായു സഞ്ചാരവും അത് ഒരു നല്ലൊരു രീതിയിലുള്ള അറ്റ്മോസ്ഫിയർ കുട്ടികൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, +1 അങ്ങനെയാണ് പഠിച്ചത്. ഓക്കെ, സൂപ്പർ ആയിരിക്കുമല്ലോ. അപ്പൊ എല്ലാ ദിവസവും തല്ല് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ ടീച്ചേഴ്സിന്റെ കയ്യിൽ നിന്ന്. മിക്സഡ് ആയിരുന്നോ? ആൺപിള്ളേരൊക്കെ പിന്നെ പറഞ്ഞാലും മിണ്ടാതിരിക്കൂലല്ലോ. ഓക്കെ, ഇല്ല, +1 പല ബാച്ചാ, 4 ബാച്ചാ. അപ്പൊ അങ്ങനെ ഇരുത്തിയിരുന്നെ. മെയിൻ സബ്ജക്ട് പഠിക്കാൻ വേണ്ടി മാത്രം ഒറ്റ ക്ലാസ് ഇരുത്തിയിട്ട് സബ്ജക്ട് പഠിപ്പിക്കാൻ ഇങ്ങനെ ഡിവൈഡ് ചെയ്തിരുത്തുമായിരുന്നു. മാം പറഞ്ഞ പോലെ നമ്മള് ഒരു ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിൽ ഭയങ്കര ബഹളമായിരിക്കും ആ ക്ലാസ്സിൽ. അപ്പൊ ഇവിടെ എത്തി നോക്കിയിട്ടൊക്കെ വഴക്ക് പറയും. ഇങ്ങനെ മതിലൊക്കെ ഇങ്ങനെ നോക്കാൻ പറ്റും. ഇപ്പോഴും അങ്ങനെ ഉണ്ട്. ട്രെയിനിങ്ങിന് പോയ സ്കൂളിൽ LKG UKG കുട്ടികളെ ഒരു ബോർഡ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്തിരിക്കണ്. എന്നിട്ട് ഈ ക്ലാസ്സിൽ ടീച്ചർ ഇല്ലെങ്കിൽ അപ്പുറത്തുള്ളവരെല്ലാം അപ്പുറത്തേക്ക് ഓടി വരും, ഇപ്പുറത്തുള്ളവർ അപ്പുറത്തേക്ക് ഓടി പോവും. പിള്ളേരാണല്ലോ, നമ്മൾ പറഞ്ഞാലും കേൾക്കില്ല, കുറുമ്പന്മാരും. ഓക്കെ, ഇനി നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് ബ്ലാക്ക് ബോർഡ്. 5 ടൈപ്പ് ഓഫ് ബ്ലാക്ക് ബോർഡ് ഉണ്ടെന്നാണ് പറയുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ പറയാൻ പറ്റും. ബ്ലാക്ക് ബോർഡ്സ് വായിച്ചു നോക്കാം. വായിച്ചു കഴിഞ്ഞവര് തമ്പിടാ ചോദിക്കാം ഓരോരുത്തരോട്.
മനസ്സിലാക്കിയോ? ഓക്കെ, മിസ്സിന് ആര് പറഞ്ഞു തരും? മാം ജസ്റ്റ് ട്രൈ ചെയ്യാം മാം. പറഞ്ഞു. വാൾ മെയ്ഡ് ബോർഡ് പറഞ്ഞാല് അത് സിമെന്റ് ഞാൻ പഠിച്ച 1 to till 10th +2 വരെ ഞങ്ങൾ വാൾ ബോർഡിൽ തന്നെ ഇതാക്കി. മീൻസ് അത് ഓട്ടോമാറ്റിക് ഈ ചുമര് ഉണ്ടാക്കുമ്പോ തന്നെ അതിലൊക്കെ ബ്ലാക്ക് പെയിന്റോ മറ്റെന്തോ കൊടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ട് സിമെന്റിൽ തന്നെ ഉണ്ടാക്കിയ ബോർഡായിരിക്കും. എഴുതാനും ഇറേസ് ചെയ്യുന്ന അങ്ങനത്തത്. ബട്ട് അതിനെ മൂവ് ആക്കാനേ പറ്റൂല. അത് ആഡ് ഉണ്ടാവും. ആഡ് തന്നെ ഉണ്ടാവും ചുമര് എന്തായാലും. പിന്നെ വാൾ ഫിക്സ്ഡ് ബോർഡ് അത് ഈ വുഡൻ ഇപ്പത്തെ ടൈമിൽ വുഡൻ ആയിട്ട് സൈഡ് വുഡൻ വന്നിട്ട് ഇല്ലേത് അതാ പ്ലേവുഡ് പിന്നവുഡ് അങ്ങനെ യൂസ് ആക്കി മറ്റേ ഇത് ആ ടൈപ്പില് ഇത് റിമൂവ് ആക്ക പിന്നെ ഫിക്സ് ആക്കിയിട്ടും വെക്കാം. വാളിൽ ഫിക്സ് ആക്കിയിട്ടും വെക്കാം. പിന്നെ നമുക്ക് വേണേടക്ക് മൂവ് ആക്കാനും തോന്നും. പിന്നെ സ്റ്റാൻഡ് ബോർഡ് മറ്റേ സ്റ്റാൻഡ് വന്നിട്ട് ആ ട്രയാങ്കിൾ സ്റ്റാൻഡ് വന്നിട്ട് അതിൽ വുഡൻ ബോർഡ് ആയിട്ടില്ലേ ഇത് മാം. പിന്നെ റോളിംഗ് ബോർഡ് ആ പേപ്പർ ഷീറ്റിനെ മാതിരി ഉണ്ടായിട്ട് അതിനെ റോൾ നമുക്ക് പോന്നടക്ക് യൂസ് ആക്കാം. ബട്ട് അത് അത്ര ഒന്നും വിസിബിളും അല്ല. ഇപ്പൊ എഴുതുമ്പോ അത്ര ഒന്നും വിസിബിൾ ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾക്ക്. ജസ്റ്റ് റോൾ ചെയ്തിട്ട് നമുക്ക് കൊണ്ടുപോവാ. ഇപ്പൊ ഇപ്പൊ നിമ എക്സാമ്പിൾ പറഞ്ഞില്ല പറത്തിരുന്നിട്ട് പഠിപ്പിക്കാം മരത്തിനടിയിലെ ആ ടൈമിലെല്ലാം അത് യൂസ് ആയതുണ്ടായി. മരത്തിന്റെ ഈലക്കല ഇതാക്കിയിട്ട് എക്സ്പീരിയൻസ് ചെയ്തത് അങ്ങനത്തത്. പിന്നെ സ്ക്രീൻ ബോർഡ് ഇപ്പത്തത് ഉദ്ദേശിക്കുന്നതാ മാം കമ്പ്യൂട്ടറൈസ്ഡ് ആയത്. അത് സ്ക്രീൻ ബോർഡ് ആയിരിക്കും. വൈറ്റ് ബോർഡ് ഇല്ലേടാ? ഓക്കെ വൈറ്റ് ബോർഡ് യൂസ് ചെയ്യുന്നത്. ഓക്കെ ഓക്കെ മാം താങ്ക് യു. ഓക്കെ, നന്നായിട്ട് പറഞ്ഞു അല്ലെ. ഇനി ആര് പറയും? സിയ പറഞ്ഞോ. ബ്ലാക്ക് ബോർഡ് എന്ന് പറയുന്നത് ഇത് സാധാരണയായി 5 തരം ബ്ലാക്ക് ബോർഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഫസ്റ്റ് വാൾമേഡ് ബോർഡാണ്. അതായത് ചുമരില് നിർമ്മിക്കുന്ന ബോർഡ്. ചുമര് നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ സിമെന്റ് ഉപയോഗിച്ചിട്ട് പ്ലാസ്റ്ററിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്യുന്നതാണ്. ക്ലിയർ ഇല്ലല്ലോ പറയുന്നത്, കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാമോ? ഇപ്പൊ കേൾക്കാമോ? ക്ലിയർ ആണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് ചുമരിൽ നിർമ്മിക്കുന്ന ബോർഡാണ്. അത് ചുമര് നിർമ്മിക്കുമ്പോൾ തന്നെ അതിൽ സിമെന്റ് വെച്ചിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തിട്ടാണ് ബോർഡ് നിർമ്മിക്കുക. അതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അത് ഇങ്ങനെ എവിടെയും നീക്കം ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ലെങ്കിൽ അതൊരു ഗുണമാണ്. പക്ഷെ അതിന്റെ ദോഷം എന്ന് പറയുന്നത് എവിടേക്കും നീക്കം ചെയ്യാൻ പറ്റില്ല. പിന്നെ രണ്ടാമത്തേത് പറയുന്നത് മതിലിൽ ഉറപ്പിച്ച ബോർഡാണ്. അത് തടിയുടെ കഷ്ണം കൊണ്ട്, അത് തടി ലിനോളിയമോ പ്ലൈവുഡോ ഒക്കെ ആയിട്ട് അതിന്റെ കഷ്ണങ്ങളൊക്കെ ആയി കൂടുതലും ഉപയോഗിക്കുന്നുണ്ട്. ഇത് എവിടെ വേണമെങ്കിലും നീക്കം ചെയ്ത് ഉറപ്പിക്കാൻ പറ്റും. തേർഡ് എന്ന് പറയുന്നത് സ്റ്റാൻഡ് ബോർഡാണ്. അത് സ്റ്റാൻഡ് നീക്കം ചെയ്യുമ്പോൾ അത് ഫിക്സ്ഡ് ബോർഡും ഫിക്സ്ഡ് ബോർഡും ഒരു സെറ്റ് ബോർഡും ആയിട്ട് ഉപയോഗിക്കും. കാരണം അത് വളരെ അപകടകരമാണ്. പിന്നെ ബോർഡുകൾ ഹാൻഡ് ഫിക്സ്ഡ് ആണോ അല്ലേന്ന് പരിശോധിക്കുകയും വേണം. നെക്സ്റ്റ് ഫോർത്ത് വരുന്നത് റോളിംഗ് ബോർഡാണ്. അതൊരു പൂർണ്ണമായിട്ടുള്ള ഒരു ബോർഡല്ല. അത് എവിടെ സ്ഥിരമായ ഒരു ബോർഡ് ലഭിക്കുന്നത് വരെ നമുക്ക് എവിടെ വേണമെങ്കിലും അത് താൽക്കാലികമായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അഞ്ചാമത്തേത് സ്ക്രീൻ ബോർഡാണ്. അത് 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്ന് ഒരു ബോർഡായിട്ട് ഉപയോഗിക്കാം, അല്ലെങ്കിൽ പോയോ? ലാസ്റ്റത്തെ കേട്ടില്ല. കേൾക്കുന്നുണ്ട്. സ്ക്രീൻ ബോർഡ് അത് 2 ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ഒന്ന് ബോർഡായിട്ട് ഉപയോഗിക്കും, മറ്റൊന്ന് സ്ക്രീനായിട്ട് ഉപയോഗിക്കും. ഓക്കെ ആണ് മാം. വേറെ ആര് പറയും? ഒരാളും കൂടി ഞാൻ പറയാം മാം. ഗുഡ് ആഫ്റ്റർനൂൺ മാം. ഓക്കെ, ജനറലി നമ്മൾ 5 തരത്തിലുള്ള ബോർഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ വാൾ മെയ്ഡ് ബോർഡ്.
ഈ ബോർഡ് നമ്മൾ സിമെന്റിൽ ഫിക്സ് ചെയ്ത് ബോർഡിൽ ഫിക്സ് ചെയ്ത് വെക്കുന്ന ബോർഡാണ്. ഇതിന്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമുക്കിത് മാറ്റണം എന്ന് വിചാരിച്ചാൽ അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. അതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിത് പിന്നെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റാൻ പറ്റില്ല. അവിടെ തന്നെ ഫിക്സ് ആണ്. സെക്കൻഡ് വൺ വാൾ ഫിക്സ്ഡ് ബോർഡ്. വാൾ മെയ്ഡ് ബോർഡ് എന്ന് പറഞ്ഞാൽ വോളിൽ തന്നെ ഉണ്ടാക്കി വെക്കുന്നത്. നെക്സ്റ്റ് വൺ ആണ് വാൾ ഫിക്സ്ഡ് ബോർഡ്. മോസ്റ്റ്ലി വുഡൻ ലൈൻലൂം ഓർ പ്ലൈവുഡ് ആർ യൂസ്ഡ് ഇൻ ദിസ് കൈൻഡ്. അത് നമ്മൾ ഓൾറെഡി ഫിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വോളിൽ അത് ഫിക്സ് ചെയ്ത തരത്തിലുള്ള ബോർഡാണ്. ഇത് നമുക്ക് റിമൂവ് ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. തേർഡ് വൺ സ്റ്റാൻഡ് ബോർഡ്. നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ ഉപയോഗിച്ചിരുന്ന ബോർഡാണ് ഇതൊരു ഇത് നമുക്ക്, പക്ഷെ അത് സ്പേസ് കുറവായിരിക്കും. നമ്മുടെ പണ്ട് സ്കൂളുകളിൽ യൂസ് ചെയ്യുന്നത് ആ ഒരു ബോർഡിന്റെ സൈസ് എന്ന് പറയുന്നത് അത്ര ചെറുതാണ്. നമുക്ക് വലിയ തരത്തില് പണ്ട് നമ്മൾ സ്കൂൾ ഉപയോഗിച്ചിരുന്നത് അത്യാവശ്യം എല്ലാ ടീച്ചേഴ്സും എഴുതിയിരുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതിന്റെ കുറച്ചും കൂടെ നല്ലതെന്ന് പറയുന്നത് വോളിൽ ഫിക്സ് ചെയ്യുന്ന ബോർഡാണ്. കമ്പാരിറ്റീവ്ലി അതാണ് നല്ലത്. ഫോർത്ത് വൺ റോളിംഗ് ബോർഡ്. ഇത് മറ്റ് ബോർഡുകളെ പോലെ അത്രല്ല. നമ്മൾ കുട്ടികൾക്കൊക്കെ ചെറിയ സ്ക്രീൻ ബോർഡ് വാങ്ങുന്ന പോലത്തെ ബോർഡാണ്. അത് നമുക്ക് അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ തേർഡ് വണ്ണിനെ അപേക്ഷിച്ച് നോക്കുമ്പം ഫോർത്ത് വണ്ണും തേർഡ് വണ്ണും അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മൾ ഔട്ട്സൈഡ് ടീച്ചേഴ്സ് കുട്ടികളെ കൊണ്ടുപോയി പഠിപ്പിക്കാൻ കുറച്ചുകൂടി സ്റ്റാൻഡ് ബോർഡ് യൂസ്ഫുൾ ആണ്. കാരണം അവർക്ക് സ്റ്റാൻഡ് ബോർഡ് എടുത്തു കൊണ്ടുപോയി പുറത്ത് കൊണ്ടുപോയിട്ട് അവർക്ക് ബോർഡിൽ പഠിപ്പിച്ചു കൊടുക്കാനോ എഴുതാനോ പറ്റും. ദെൻ ഫിഫ്ത്ത് വൺ സ്ക്രീൻ ബോർഡ്. അത് നമ്മുടെ പ്രൊജക്ടർ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പ്രൊജക്ടർ ഇപ്പം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ബോർഡാണ്. ഇതിപ്പോ ഓൾവേസ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. സ്കൂളുകളിൽ എല്ലാവരുടെയും യൂസ് ചെയ്യുന്നുണ്ട്. നമുക്കാണെങ്കിലും ഓൺലൈൻ ടീച്ചിങ്ങിനാണെങ്കിലും പ്രൊജക്ടർ യൂസ് ചെയ്യാൻ പറ്റും. താങ്ക് യു മാം. മനസ്സിലായോ? 2-3 പേരെ കൊണ്ട് പറയിപ്പിച്ചപ്പോ ക്ലിയർ ആയില്ലേ? ഇനി നെക്സ്റ്റ് ടോപ്പിക് ആണ് എന്ത്? യൂസിങ് ദ ബ്ലാക്ക് ബോർഡ്. ബ്ലാക്ക് ബോർഡ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് അറിയോ? എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. ഓരോരോ കുഞ്ഞു കുഞ്ഞു പോയിന്റ്സ് ആക്കി കൊടുത്തിട്ടുണ്ട്. അവിടെ 900 എന്നുള്ളത് 90 ഡിഗ്രി എന്നാക്കണം കേട്ടോ. അവിടെ ഒരു 0 വെട്ടിക്കളെ. 90 ഡിഗ്രി. 90 ഡിഗ്രി എന്നാക്കാം. 900 അല്ല, 90 ഡിഗ്രി. ഓക്കെ, വേറെ കുഴപ്പമൊന്നുമില്ല, വേറെ തെറ്റുകളില്ല. ഓക്കെ, നെക്സ്റ്റ് ഒന്നിന് വായിച്ചു നോക്കി. 900 അല്ല കേട്ടോ, 90 ഡിഗ്രിന്ന് ആക്കാം. വായിച്ചു കഴിഞ്ഞോ? ആർക്ക് പറയാൻ പറ്റും? ഞാൻ പറയാമോ? സിയ. ഓക്കെ, സിയ മാത്രമുള്ള പറയാനായിട്ട് ഇവിടെ. സിയ, അംഗീത, സുജിത, ഇത്രയും പേര് കഴിഞ്ഞ പ്രാവശ്യത്തെ അത് പറഞ്ഞു. വേറെ ആരുമില്ലേ? എല്ലാവരും ഓപ്പൺ ആക്കി വെച്ചിട്ട് പോയോ? ഓക്കെ, സിയ പറഞ്ഞോളൂ കേട്ടോ. ബ്ലാക്ക് ബോർഡ് ഉപയോഗിക്കുമ്പോൾ
അധ്യാപിക എഴുതുമ്പോൾ ബോർഡിനൊപ്പം 90 ഡിഗ്രി ആയിരിക്കണം. അവരുടെ ഹിപ്പ് മാത്രമേ ചലിക്കാൻ പാടുള്ളൂ. കാലുകൾക്കൊപ്പം ശരീരം മുഴുവൻ ചലിപ്പിക്കരുത്. പിന്നെ ബ്ലാക്ക് ബോർഡിൽ എഴുതുമ്പോ നമ്മുടെ ബോഡി മൊത്തം കവർ ചെയ്യണം. പിന്നെ എഴുതുമ്പോൾ അധ്യാപിക വിദ്യാർത്ഥികളെ ബാക്ക് ഇങ്ങനെ കാണിച്ചിട്ട് എഴുതരുത്. പിന്നെ കോളം ഒന്നിന് പുറകെ ഒന്നൊന്നായിട്ട് എഴുതണം. അതുപോലെ തന്നെ കോളത്തിന്റെ വീതി ആ എഴുതുന്ന കൈകളിൽ എത്താവുന്ന ബിന്ദുവിനേക്കാൾ കുറവായിരിക്കണം. പിന്നെ നെക്സ്റ്റ് ബോർഡ് ഓൾവേസ് ആഫ്റ്റർ യൂസ്. ഉപയോഗത്തിന് ശേഷം എപ്പോഴും ബോർഡ് ക്ലീൻ ചെയ്യണം. അതായത് നമ്മള് ഇത് വെച്ചിട്ട് തുടക്കില്ലേ, അങ്ങനെ ചെയ്യണം. സ്ക്രബ് ചെയ്യണം. ആരെങ്കിലും ഞാൻ പറയാം. ബ്ലാക്ക് ബോർഡ് യൂസ് ചെയ്യുമ്പോൾ, ടീച്ചർമാർ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ബോർഡുമായിട്ട് ടീച്ചർ എപ്പോഴും 90 ഡിഗ്രി കീപ്പ് ചെയ്യണം. എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങൾക്ക് പുറം തിരിഞ്ഞായിരിക്കരുത് നീക്കുന്നത്. കുട്ടികൾ നോക്കുമ്പോൾ ടീച്ചറിന്റെ ബാക്ക് വശം ആയിരിക്കരുത് കാണുന്നത്, സൈഡ് വശം ആയിരിക്കണം കാണേണ്ടത്. 90 ഡിഗ്രി ബോർഡുമായിട്ട് നിന്ന് വേണം എഴുതാൻ വേണ്ടിയിട്ട്. അതുപോലെ നടന്ന് എഴുതരുത്, നമ്മൾ നടന്നുകൊണ്ട് എഴുതരുത്. ഹിപ്പ് മാത്രം മൂവ് ചെയ്ത് കൈ എത്തി എഴുതാൻ ശ്രമിക്കണം. അപ്പൊ കോളം വൈസ് എഴുതുമ്പോൾ നമ്മൾ കൈ എവിടം വരെ എത്തുന്നു അവിടം വരെ ആ കോളത്തിന്റെ വിഡ്ത് അറേഞ്ച് ചെയ്തിട്ട് എഴുതാൻ ശ്രമിക്കണം. പിന്നെ അതിനുശേഷം ആ കവർ ദ ബോഡി കംപ്ലീറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് എനിക്ക് മനസ്സിലായില്ല. ടീച്ചർ ഫുൾ ഡ്രസ് ആയിരിക്കണമെന്നാണ് അറിയാത്തത്. അതെനിക്ക് മനസ്സിലായില്ല എന്താന്ന് ആ പോയിന്റ്. പിന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ബോർഡ് റബ്ബ് ചെയ്ത് എപ്പോഴും നീറ്റാക്കി സൂക്ഷിക്കണം. മീൻസ് അത് കവറിങ്, അത് മീൻസ് ടീച്ചർ ഓപ്പോസിറ്റ് എതുമൊക്കെ നിക്കുന്ന പൊസിഷനാ മാം. പണ്ടത്തെ ഇത് വായിക്കുമ്പോ നമ്മളെ പണ്ടത്തെ എക്സ്പീരിയൻസ് കാണേണ്ട മാതിരി. മീൻസ് നമ്മളെ ടീച്ചർ നമ്മളെ മുമ്പിൽ ഇരുന്നിട്ട് എഴുതിട്ട് അവർ എഴുതുന്നത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ബ്ലാക്ക് ബോർഡിൽ നിന്നിട്ട് അങ്ങനെ ഉദ്ദേശിക്കുന്നതോ? അതല്ല ഉദ്ദേശിക്കുന്നത്. ചിലവര് എഴുതും ഇങ്ങനെ, എന്താണ്, ബോർഡ് നമ്മൾ എഴുതുമ്പോ ബോർഡ് യൂസ് ചെയ്യുമ്പോ എല്ലാ പോർഷനും കറക്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ ചില അരികത്ത് കൊണ്ടുപോയി എഴുതരുത്, അല്ലെങ്കിൽ ചില നടുക്ക് കൊണ്ടുപോയി എഴുതരുത്, ചില അറ്റത്ത് കൊണ്ടുപോയി എഴുതരുത്. അങ്ങനെയല്ല നമ്മൾ യൂസ് ചെയ്യേണ്ടത്. നമ്മൾ ഒരു കാര്യം കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ അത് ബോർഡ് മൊത്തമായിട്ട് കവർ ചെയ്ത്, ആ ടോപ്പിക് മൊത്തം കവർ ചെയ്ത്, ബോർഡ് മൊത്തം കവർ ചെയ്ത് എഴുതണം. മനസ്സിലായോ? അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ അത് കവർ ദ ബോർഡ് തോന്നും മാം. ബോഡി ബോർഡോ? കവർ ദ ബോർഡ് കംപ്ലീറ്റ്ലി വൈൽ റൈറ്റിംഗ് ഇൻ ദ ബ്ലാക്ക് ബോർഡ്. അത് ഞാൻ ഉദ്ദേശിച്ചു നമ്മളെ മാമിന്റെ അവര് എഴുതുമ്പോ അവര് മീൻസ് എഴുതിട്ട് കംപ്ലീറ്റ് ആവണ്ടേ. അപ്പൊ ഫുള്ള് നമുക്ക് ഓപ്പോസിറ്റ് മുഖം ഇട്ടിട്ട് ഫുള്ള് ബോർഡ് എഴുതിട്ട് തുടങ്ങുമല്ലോ. ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു. മറ്റേ രീതിയിൽ ചിന്തിക്കാം. നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ടീച്ചർമാരൊക്കെ നല്ല സാരി കൊടുത്തിട്ട് നമ്മളിങ്ങനെ നോക്കിയിരിക്കത്തില്ലേ, അയ്യോ നല്ല രസമുണ്ട്. ഇനി അതാണോ ഉദ്ദേശിച്ചത്? അതും ശരിയാണ്. ബാക്ക് കാണിക്കാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മളിങ്ങനെ കവർ ചെയ്ത് നിൽക്കുമ്പോ എഴുതുമ്പോ ഫുൾ ആ ബാക്ക് കാണിക്കാൻ പാടില്ല, അങ്ങനെയും പറയുന്നുണ്ട്. അതുപോലെ തന്നെ ശരിക്കും നമ്മൾ അങ്ങനെ ബ്ലാക്ക് ബോർഡ് ഇപ്പൊ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് വെച്ച് എഴുതുന്നത് എത്രത്തോളം പ്രാക്ടിക്കൽ ആണ്. ഇപ്പൊ ഈ പറയുന്നത് നമ്മളിപ്പോ 90 ഡിഗ്രി, അത് നമ്മൾ കുട്ടികളെ പഠിപ്പിക്കുമ്പോ എപ്പോഴും നമുക്ക് ആ ഒരു ഡിഗ്രി കീപ്പ് ചെയ്യാൻ പറ്റില്ലല്ലോ. കീപ്പ് ചെയ്യണം. ഇല്ല മാമിന്റെ അവരിപ്പൊ അതിന്റെ കോർണറിൽ നിന്നിട്ട് എഴുതി. അല്ല, ഞാൻ എക്സ്പീരിയൻസ് ഞാനല്ല, മീൻസ് നമ്മളെ ടീച്ചേഴ്സിന് അങ്ങനെ ഉണ്ടായത്. അതിന്റെ കോർണർ, ബോർഡിന്റെ കോർണറിൽ നിന്നിട്ട് എഴുതുന്നു. അവരെ കൈ വരെ എത്തും, വരെ എഴുതും. പിന്നെ ആദ്യം പിന്നെ അതിന്റെ ആദ്യം ആടെ സൈഡിൽ നിന്നിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. മീൻസ് നമുക്ക് മുഖം ഇട്ടിട്ട് കൈ ലെഫ്റ്റ് ഹാൻഡ് യൂസ് ആക്കിയിട്ട് ഏതെന്ന് കാണിച്ചോണ്ട് അങ്ങനെ കാണിച്ചിട്ടല്ലേ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായത് ബ്ലാക്ക് ബോർഡില്. അപ്പൊ അത് 90 ഡിഗ്രിയിൽ തന്നെ ഉണ്ടാവും. 90 ഇപ്പൊ ഈ കാണുമ്പോ തന്നെ കണ്ടത് 90, അത് പൊസിഷൻ കാണുമ്പോ ഇപ്പൊ 90 ഡിഗ്രി ഉണ്ടായി എന്ന് തോന്നുന്നു. പഠിപ്പിച്ച ഒരു സാർ എങ്ങനെയാണെന്ന് ബ്ലാക്ക് ബോർഡിൽ എഴുതേണ്ടത്, നമ്മൾ നിൽക്കേണ്ടത് എങ്ങനെയാണെന്ന് മിസ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. 1 മിനിറ്റ്. കാണുന്നുണ്ടോ? ഇത് ബ്ലാക്ക് ബോർഡ് ആണെന്ന് വിചാരിക്കാം. ഇങ്ങനെ എഴുതണം, അല്ലാണ്ട് ഇത് ഇങ്ങനെ ഒന്നും എഴുതാൻ പാടില്ല.
ഇങ്ങനെ ഇങ്ങനെ ചരിഞ്ഞിട്ട്, അപ്പൊ നമുക്ക് കുട്ടികളെ കാണുകയും ചെയ്യാം, അതുപോലെ തന്നെ നമുക്ക് എഴുതുകയും ചെയ്യാം. ഇങ്ങനെ എഴുതണം. ഓക്കെ. അതുപോലെ തന്നെ നമ്മള് ടോപ്പിക് എഴുതുമ്പോ ബോർഡിനെ മൊത്തം കവർ ചെയ്ത് എഴുതണം. ഈ അരികത്ത് കൊണ്ട് എഴുതാൻ പാടില്ല, അല്ലെങ്കിൽ ആ അരികത്ത് കൊണ്ട് നമ്മൾ എഴുതാൻ പാടില്ല. ക്ലിയർ ആയോ? ഓക്കെ. അതുപോലെ തന്നെ നമ്മളൊരു ടോപ്പിക് നമ്മൾ എടുക്കുമ്പോൾ ഒരു പാർട്സ് ഓഫ് പ്ലാന്റ്സ് നമ്മൾ പഠിപ്പിക്കുന്നതാണ് കുട്ടികൾ. അപ്പൊ നമ്മള് ഒരു ചെടിയുടെ ഒക്കെ ചിത്രമൊക്കെ വരച്ച്, അതുപോലെ ഓരോ പാർട്സ് ലീഫ് പഠിപ്പിക്കുമ്പോൾ ഒരു ബോക്സിൽ നമ്മൾ എഴുതുമല്ലോ ഇങ്ങനെ, അല്ലെ? റൂട്ട് അങ്ങനെ അങ്ങനെ പല ബോക്സുകളിലാക്കി എഴുതാം. അപ്പോ നമ്മൾ യൂസ് ചെയ്യുന്ന ആ ചോക്ക് ചിലപ്പോ പച്ച കളർ കൊടുക്കാം, ലീഫിൽ നിന്ന് എഴുതുമ്പോ ഗ്രീൻ കളർ, റൂട്ടിൽ നിന്ന് എഴുതുമ്പോ എന്താണ് യെല്ലോ, അങ്ങനെ അങ്ങനെ പല കളറുകളിൽ യൂസ് ചെയ്യുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് അട്രാക്ട് ആവുകയും പെട്ടെന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട് പറ്റും. മനസ്സിലായോ? പല പല കളറുകളിൽ യൂസ് ചെയ്ത് കുഞ്ഞുങ്ങളെ അങ്ങനെ എഴുതി പഠിപ്പിക്കാനായിട്ട് നോക്കാം. ഓക്കെ. നിങ്ങൾ ടീച്ചർമാരാകുമ്പോ അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. ബോർഡ് യൂസ് ചെയ്യുമ്പോൾ അറ്റത്ത് കൊണ്ടൊന്നും എഴുതരുത്, അല്ലെങ്കിൽ ആ അറ്റത്ത് കൊണ്ടുപോയി എഴുതരുത്. ബോർഡിന്റെ മൊത്തം കവർ ചെയ്ത് ടോപ്പിക് കവർ ചെയ്യാൻ നോക്കാം. അതുപോലെ 90 ഡിഗ്രി നിൽക്കുക. അപ്പൊ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും ഇപ്പൊ വർത്താനം പറയുന്നുണ്ടെങ്കിലോ അപ്പൊ നമുക്ക് നോക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡ് മൊത്തം കവർ ചെയ്യുക എല്ലാ ടോപ്പിക്കും, പല പല ചോക്സുകൾ യൂസ് ചെയ്യുക. അങ്ങനെ ബാക്ക് കാണിച്ചിട്ട് നിൽക്കാനായിട്ട് പാടില്ല, അതാണ് അതിൽ പറയുന്നത്. അങ്ങനെയുണ്ട്. 90 ഡിഗ്രി നമ്മൾ എപ്പോഴും നിൽക്കാനായിട്ട് എഴുതുമ്പോൾ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ. കുറച്ച് കാര്യങ്ങളാണ്, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ യൂസിങ് ദ ബ്ലാക്ക് ബോർഡില്? ക്ലിയർ അല്ലേ? അതുപോലെ തന്നെ നമ്മള് ടോപ്പിക് ഒക്കെ എഴുതി കഴിഞ്ഞ് എല്ലാ കുഞ്ഞുങ്ങളും കറക്റ്റ് ആയിട്ട് എഴുതിയിട്ടുണ്ടോ, ആരെങ്കിലും ഇനി എഴുതാത്തതുണ്ടോ എന്നുള്ള കാര്യം ചോദിച്ച് മനസ്സിലാക്കി അവർ എഴുതി കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? റബ്ബ് ചെയ്യാനായിട്ട് പാടുള്ളൂ, മായ്ച്ച് കളയാനായിട്ട് പാടുള്ളൂ കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. ഇത്രയും കാര്യങ്ങളാണ് യൂസിങ് ദ ബ്ലാക്ക് ബോർഡിൽ വരുന്നത്. ക്ലിയർ ആയോ? ഇനി ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. അവിടെ എന്ത് ലൈറ്റ് ആണ് യൂസ് ചെയ്യേണ്ടതെന്നാ പറയുന്നത്? ഒന്ന് വായിച്ചു നോക്കിയിട്ടൊന്ന് പറഞ്ഞേ. വായിച്ചു നോക്കിട്ടോ. അയച്ചു കഴിഞ്ഞോ? എന്താ മനസ്സിലായേ? ലൈറ്റിംഗ് എങ്ങനെ കൊടുക്കേണ്ടതെന്നുള്ളത്. എങ്ങനെ കൊടുക്കണം? നോർമൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ബോർഡിന്റെ ബാക്ക് സൈഡിൽ നിന്നായിരിക്കരുത്. എപ്പോഴും നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് വരുമ്പോൾ കുഞ്ഞുങ്ങൾ നോക്കുമ്പോൾ അവരുടെ കണ്ണ് പുളിക്കും. അപ്പൊ ബാക്ക് സൈഡിൽ നിന്ന് ഒരിക്കലും ആയിരിക്കരുത്. എപ്പോഴും നമ്മൾ ബോർഡിന്റെ ഓപ്പോസിറ്റ്, അതായത് ബോർഡിന്റെ ഫ്രണ്ടിൽ നിന്ന് ബോർഡിലേക്ക് നോർമൽ ലൈറ്റ് വരുന്ന രീതിയിൽ വേണം ബോർഡ് അറേഞ്ച് ചെയ്യാൻ. പിന്നെ സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്നത് നമുക്ക് പ്രിഫർ ചെയ്യാം, പക്ഷെ ഒരുപാട് ലൈറ്റ് രണ്ട് സൈഡിൽ നിന്നും വരുന്നത് നമുക്ക് പ്രിഫർ ചെയ്യാൻ പറ്റത്തില്ല, കാരണം ഗ്ലെയർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ രണ്ട് സൈഡിൽ നിന്ന് ഒരുപാട് ലൈറ്റ് വരുന്നത് അവോയ്ഡ് ചെയ്യണം. പിന്നെ ഇലക്ട്രിക്കൽ ലൈറ്റിനിങ് ആണെന്നുണ്ടെങ്കിൽ ട്യൂബ് ലൈറ്റ് ആണ് പ്രിഫറബിൾ. അതിന്റെ ലൈറ്റ് ആയിരിക്കും കൂടുതൽ പ്രിഫറബിൾ. പിന്നെ അതിന്റെ ട്യൂബ് ലൈറ്റിന്റെ സ്പ്രെഡിങ് ഈവൻ ആയിട്ട് വരുന്നത് കൊണ്ട് ട്യൂബ് ലൈറ്റ് നമുക്ക് പ്രിഫർ ചെയ്യാം. പിന്നെ അല്ലാതെ ഈ ഫോക്കസ് ചെയ്യുന്ന ടൈനി ബൾബ്സ് അങ്ങനത്തെ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഗ്ലെയർ വരാൻ സാധ്യതയുണ്ട്.
പിന്നെ ബോർഡ് എപ്പോഴും തറയിൽ വെക്കരുത്. ഒരു കുഞ്ഞു ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ പോലും ചെറിയ ക്ലാസ് സെക്ഷനിലായപ്പോഴും തറയിൽ വെക്കരുത്. കാരണം ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന സ്റ്റുഡൻസിന് ബോർഡിന്റെ താഴത്തെ ഭാഗങ്ങൾ കാണാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴും തറയിൽ വെക്കാതെ കുറച്ച് ഹൈറ്റിൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും കാണത്തക്ക രീതിയിൽ വേണം ബോർഡ് അറേഞ്ച് ചെയ്യാൻ. നന്നായിരുന്നു. ഇനി ആരെങ്കിലും വേറെ ഒരാള്? ഞാൻ പറയാം. നമ്മൾ ബ്ലാക്ക് ബോർഡ് അറേഞ്ച് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. ബോർഡൊക്കെ എങ്ങനെയാണ് ലൈറ്റ് വരുന്നത് എന്നുള്ളത്. ഇതെപ്പോഴും ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് വരുന്ന ലെവൽക്കാണ് ബോർഡ് അറേഞ്ച് ചെയ്യേണ്ടത്. ബാക്കിൽ പിന്നെ 2 സൈഡിൽ നിന്ന് കൂടുതലായിട്ടും വരുന്ന ലെവൽക്ക് ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ ഒരു തിളക്കം പോലെ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇലക്ട്രിക് ലൈറ്റ് ആണെച്ചെങ്കിൽ ട്യൂബ് ലൈറ്റ് ആണ് ഏറ്റവും ബെറ്റർ. കാരണം അത് സ്പ്രെഡ് ലൈറ്റിംഗ് ആവുമ്പോൾ നന്നായിട്ട് ബോർഡൊക്കെ കാണാനൊക്കെ ആയിട്ട് പറ്റും. പിന്നെ സ്പോട്ട് ലൈറ്റ് ഫോക്കസ് അല്ലെങ്കിൽ സ്പോട്ട് ലൈറ്റ് ഒക്കെ കാണിച്ചെങ്കിൽ അത് ക്ലിയർ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ ബ്ലാക്ക് ബോർഡ് നമ്മൾ ബോർഡ് ഒരിക്കലും താഴെ വെക്കരുത്. കാരണം LKG കുട്ടികൾക്ക് കാണിച്ചെങ്കിൽ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്ന കുട്ടികൾക്ക് കാണിച്ചെങ്കിലൊക്കെ ബോർഡിന്റെ താഴോട്ട് കാണാൻ സാധിക്കില്ല. വേറൊരാള് പറയോ? ആരെങ്കിലും? ഞാൻ പറയാം മാം. ഈ പറഞ്ഞ പോലെ ബ്ലാക്ക് ബോർഡിന് എപ്പോഴും ലൈറ്റ് പ്രധാനമാണ്. ലൈറ്റ് നോർമൽ ലൈറ്റ് ആണെങ്കിൽ അത് ഒരിക്കലും ബാക്ക് സൈഡിൽ നിന്നോ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് സൈഡിൽ നിന്നോ ആവരുത്. ബോർഡിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആവരുത്. എപ്പോഴും സൈഡ് ലൈറ്റ് ആണ് ഇതിനും കൂടെ പ്രിഫറബിൾ ആയിട്ടുള്ളത്. പക്ഷെ സൈഡ് ലൈറ്റ് ആണെങ്കിലും 2 സൈഡിലും ലൈറ്റ് ആവരുത്. അപ്പുറത്തും ഇപ്പുറത്തും സൈഡ് ലൈറ്റ് ആവരുത്. കാരണം അത് ചിലപ്പോൾ ഭയങ്കരമായിട്ടൊരു ബ്ലർ പോലെ ആവാം. അത് മെയിനായിട്ട് പിള്ളേരുടെ കണ്ണിനായാലും അത് ദോഷം ചെയ്യും. നമുക്ക് കണ്ണിന് അത് എഫക്ട് ചെയ്യും. നമുക്ക് ബ്ലാക്ക് ബോർഡിലേക്ക് നോക്കുമ്പോൾ കണ്ണിനായാലും എഫക്ട് ചെയ്യും. അപ്പോൾ 2 സൈഡിലും ലൈറ്റ് ഉണ്ടാവരുമോ, ഏതെങ്കിലും ഒരു സൈഡിൽ പ്രിഫറബിൾ ആണ്. അതുപോലെ ഇലക്ട്രിക് ലൈറ്റ് ആണെങ്കിൽ മെയിനായിട്ട് ഈ ട്യൂബ് ലൈറ്റ് ആണ്. മറ്റേ ലൈറ്റിനേക്കാളൊക്കെ ഏറ്റവും നല്ലത് ട്യൂബ് ലൈറ്റ് ആണ് ഏറ്റവും കൂടുതൽ നല്ലത്. അപ്പൊ ട്യൂബ് ലൈറ്റ് ആകുമ്പോൾ ഈ പറയുന്ന പോലെ ലൈറ്റ് എല്ലാ സ്ഥലത്തേക്കും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഏറ്റവും നല്ലത് ട്യൂബ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റ് അങ്ങനത്തെയൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ബ്ലർ പോലെ ആയിട്ടായിരിക്കും. അപ്പൊ പിള്ളേരുടെ ഈ പറഞ്ഞ പോലെ കണ്ണിനായാലും ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്ക് ഒന്നും കൂടി ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യേണ്ടി വരും അങ്ങനത്തെ ലൈറ്റ് യൂസ് ചെയ്യുമ്പോൾ. പിന്നെ ബോർഡ് ഒരിക്കലും തറയിൽ വെക്കരുത്, ഫ്ലോറിൽ വെക്കരുത്. ഇപ്പോൾ ചെറിയ പിള്ളേർ, ഇപ്പോൾ LKG സ്റ്റുഡൻസ് ആയാലും അവർക്ക് ആ ബോർഡ് കാണാനായിട്ട് താഴത്തെ ഭാഗം കാണാനായിട്ട് ഭയങ്കര പാടായിരിക്കും. ഇപ്പോൾ ചിലപ്പോൾ നമ്മളൊക്കെ പഠിക്കുന്ന സമയത്ത് താഴത്തെ കാണാൻ വേണ്ടി ബാക്കിലുള്ളവരൊക്കെ എണീറ്റ് നിൽക്കും. വലിയ ക്ലാസ്സിലായാലും താഴത്തെ കാണാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ട് ഇങ്ങനെ എണീറ്റ് നിന്ന് നോക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ എപ്പോഴും അങ്ങനെ തറയിലൊക്കെ വെക്കരുത്. അപ്പോൾ ഒരിക്കലും ബോർഡ് തറയിൽ വെക്കരുത്. അല്ലേ? ഓക്കെ, മനസ്സിലായോ? ലൈറ്റ് എന്ന് പറഞ്ഞാല് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ട്യൂബ് ലൈറ്റ് ആണ്. സ്പോട്ട് ലൈറ്റ് ഒക്കെ ആണെങ്കിൽ നമുക്കറിയാം എന്താണ് ഇതിൽ തന്നെയാണ് അല്ലെ, അവിടേക്ക് തന്നെ വെട്ടമടിക്കുള്ളൂ. അപ്പൊ അത് കാണാനായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ഓക്കെ, അപ്പോ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത്, ക്ലാസ് റൂമിൽ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ട്യൂബ് ലൈറ്റ് ആണ്. അതുപോലെ തന്നെ എന്താണ്, കുഞ്ഞു കുട്ടികളാണല്ലോ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ LKG അങ്ങനെയുള്ള സ്റ്റുഡൻസിനെയാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബോർഡ് വെക്കുമ്പോൾ താഴ്ത്തി വെക്കാനായിട്ട് പാടില്ല. കുഞ്ഞുമക്കൾക്ക് കാണാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് കുറച്ചുകൂടി മേലേക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ഉപകാരപ്രദമായിരിക്കും. ഓക്കെ, ജസ്റ്റ് അത്രയും കാര്യങ്ങളാണ് അതിൽ പറയുന്നത്. ഓക്കെ, അപ്പോ ഇനി നെക്സ്റ്റ് പറയുകയാണെങ്കിൽ ടൈം കിട്ടോ? ഇത്തിരി പറയാനുണ്ട് അതിനകത്ത്. സീറ്റിംഗ് അറേഞ്ച്മെന്റിൽ കുറച്ചുകൂടി കാര്യങ്ങൾ പറയാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുത്താൽ മതിയോ അത്? പറയണോ അല്ലെങ്കിലും? ഓക്കെ, അപ്പൊ ഇത്രയും വരെ നമ്മൾ നോക്കി. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ എടുത്തത് റൂഫിംഗ് ആണ്, ഫ്ലോറിംഗ് പറഞ്ഞു, അതുപോലെ തന്നെ ബ്ലാക്ക് ബോർഡിന്റെ യൂസേജ്, അതുപോലെ തന്നെ ഹൗ ടു അറേഞ്ച് ദ ബ്ലാക്ക് ബോർഡ്, എങ്ങനെയാണ് ബ്ലാക്ക് ബോർഡ് അറേഞ്ച് ചെയ്യുന്നത്, അതിന്റെ കുറിച്ച് ലൈറ്റിന്റെയും കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ അതിൽ നോക്കിയത്. ഇത്രയും വരെ ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ വരുമ്പോൾ ഇത്രയും വായിച്ച് മനസ്സിലാക്കിയിട്ട് വരണം. നമ്മൾ സെമിനാർ എടുത്തതിന്റെ ആ ടോപ്പിക് എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അതിന്റെ മോക്ക് ടെസ്റ്റ് മിസ് ഇന്ന് തരാം. കഴിഞ്ഞ പ്രാവശ്യം തരാനായിട്ട് മറന്നുപോയി. ഓക്കെ, സോറി. അപ്പോ ഇന്ന് മിസ് അത് അയച്ചുതരാം കേട്ടോ. അപ്പോ ഇനി ആരാ സൈൻ ഔട്ട് പറയുന്നത്?
സൈൻ ഔട്ട് ആരാ? മലയാളത്തിൽ പറയട്ടെ മാം. പറഞ്ഞോളൂ. അല്ല, ഗുഡ് ആഫ്റ്റർനൂൺ മിൽറോസ് മാം. പിന്നെ എനിക്ക് എന്തെന്ന് പറയാന്നറിയോ, ഇന്ന് ക്ലാസ് എടുത്തതിൽ മാം ക്ലാസ് എടുത്ത് നോക്കുമ്പോൾ അങ്ങനെ വായിച്ചിട്ട് എല്ലാവരെ കൊണ്ടും പറയിപ്പിച്ചില്ലേ, അപ്പോൾ അതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. കാരണം അപ്പൊ നമ്മൾ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കും. ഞാനൊക്കെ സാധാരണ ബുക്ക് കൂടെ വെച്ചിട്ട് അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ പണിക്ക് പോണ ആളാണ്. അപ്പൊ നമ്മളെ കൊണ്ട് ഇങ്ങനെ റീഡ് ചെയ്തിട്ട് പറയാൻ പറയുമ്പോ നമ്മള് പെട്ടെന്ന് എന്റെ പേരെങ്ങാനും വിളിക്കോ എന്നുള്ളത് നമ്മള് ഓട്ടോമാറ്റിക്കലി അത് വായിച്ചിട്ട് ഒന്ന് നോക്കും ജസ്റ്റ്. അല്ലാന്നുണ്ടെങ്കിൽ മാം അവിടെ ക്ലാസ് എടുക്കട്ടെ, ഞാൻ എന്റെ പണിക്ക് പോവാന്നുള്ള ലെവലിക്ക് നമ്മൾ പോയിട്ടുണ്ടാവും. അപ്പൊ അതെന്തായാലും നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ലൊരിതായി. പിന്നെ എല്ലാവരോടും താങ്ക്സ്. ക്ലാസ് എല്ലാവർക്കും സെപ്പറേറ്റ് ആണല്ലോ, ഓരോരുത്തരും പറയണത് വേറെ രീതിയിലാണല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാനും ഇപ്പൊ പലരുടെ രീതിയും പല ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ ഒരു നന്നായിട്ട് പറ്റി പല കാര്യങ്ങളാണെച്ചെങ്കിലും. പിന്നെ മക്കൾക്ക് ക്ലാസ് എടുത്ത് കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻറ്റും കൂടെ ഇത് കൂടെ വരികയാണല്ലോ, ക്ലാസ്സിൽ അങ്ങനെ എത്രയും പേരുടെ മുന്നിൽ പറയുമ്പോൾ പ്രസന്റ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ അതും ബെറ്റർ ആണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കുന്നത്. അപ്പൊ യെസ്, ചില ടൈമിൽ ആരും പറയില്ല, ചിലര് പറയുന്ന ആൾക്കാർ തന്നെ പറയുള്ളൂ. അതപ്പൊ മാം പേര് വിളിക്കുകയാണെച്ചെങ്കിൽ പെട്ടെന്ന് ആരെങ്കിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോക്കെ പറയാന്ന് വിചാരിച്ചു. നമ്മൾ ലാസ്റ്റ് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തത് ഇത് എല്ലാരും. അപ്പൊക്ക് മാം അപ്പൊ ഇന്ന് അശ്വതി മാം എന്ന് വിചാരിച്ചത്. അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ പറയണമെന്ന് വിചാരിച്ചു. അപ്പൊ മാമിന്റെ ഒരു അശ്വതി മാം പിന്നെ ജിഷ മാം നമ്മളെ വായിപ്പിക്കും. അശ്വതി മാം നമ്മളോട് എക്സ്പ്ലനേഷൻ ചോദിക്കും, പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യും. ജിഷ മാം ജസ്റ്റ് വായിക്കും, ജിഷ മാം എക്സ്പ്ലെയിൻ ചെയ്യിപ്പിക്കും, ജിഷ മാം വായിക്കൂല. അപ്പൊ ക്ലാസ് കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടാവും മാം. അത് ഞാൻ പറയാന്ന് വിചാരിച്ചു. മാം നമ്മളോട് നിമ എക്സ്പ്ലെയിൻ ചെയ്ത് ഇല്ലെങ്കിൽ നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ അപ്പൊ കുറച്ച് ഈ വർക്ക് വരുന്ന അത് ഓൺലൈൻ ക്ലാസ് അല്ലേ മാം, എന്തായാലും അങ്ങോട്ടും ഇങ്ങോട്ടും പോവും, പണിയെടുക്കും, അതിന്റെ ഇടയ്ക്ക് വർക്ക്, അങ്ങനെ വരുമ്പോ നമ്മളെ പേര് വിളിച്ചിട്ട് വായിപ്പിക്കുമ്പോ നമ്മളിപ്പൊ വിളിക്കുമെന്ന് പറഞ്ഞ ഇൻട്രസ്റ്റിൽ ബുക്ക് പിടിച്ചിട്ട് വായിച്ചിട്ടുണ്ട്. സോ നെക്സ്റ്റ് ക്ലാസ്സിന് ഇത് ചെയ്താൽ നല്ലതുണ്ടാവും നമ്മളെ ഒപ്പീനിയൻ മാം. അപ്പൊ നമുക്കൊന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, എല്ലാവരോടും താങ്ക്സ്. ഒരിക്കൽ കൂടി ഗുഡ് ആഫ്റ്റർനൂൺ. ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ ഇനി കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.